റെഡി ആ പറഞ്ഞു. ഇതാണ് ക്യാമ്പിൻ്റെ റൂം. അതിൻ്റെ അപ്പുറത്തുള്ള ക്യാമ്പിൻ്റെ റൂം. അപ്പോൾ നമ്മൾ ക്യാമ്പിൻ്റെ കയറാൻ പറ്റില്ല. ഇതാണ് നമ്മളെ കമ്പ്യൂട്ടർ ലാബ്. അതിന് നമ്മളെ ഫുൾ സൗകര്യമാണ്. നെറ്റൊക്കെ കിട്ടും. കുറേ കമ്പ്യൂട്ടറുണ്ട്. നമുക്ക് കുറേ സമയമൊക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ആർട്ട് ഫെസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. ഇവിടെ മീഡിയക്കാർക്കൊക്കെ കയറാൻ പറ്റുക. ഇപ്പോൾ തൊട്ടപ്പുറത്താണ് നമ്മൾ ലൈബ്രറി ഉള്ളത്. ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേജുള്ളത്. അല്ല സോറി, മൂന്നാമത്തെ സ്റ്റേജുള്ളത്. സ്റ്റേജിലോട്ട് പോകും. ഇവിടെ ലൈബ്രറീൻ്റെ കൺവീനറാണ് നമ്മൾ ഫൗസാൻ. നമുക്ക് ബുക്ക് എടുക്കാൻ ജോലിക്ക് കൊടുത്ത പോലെ അതൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് ബുക്കൊക്കെ എടുത്തരും. അപ്പോൾ അതാണ് നമ്മളെ മൂന്നാമത്തെ സ്റ്റേജ്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ചില പരിപാടികളൊക്കെ നടക്കുക. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ സ്റ്റേജിലോട്ടും നാലാമത്തെ സ്റ്റേജിലോട്ടൊക്കെ പോവാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ബ്ലോഗിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ എനിക്ക് നെക്സ്റ്റ് പറഞ്ഞു തരാം. ഹലോ ഗൈസ്, പുല്ലാമല ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മുടെ കോളേജിലേക്കാണ്. അപ്പോൾ നമ്മളെ കോളേജിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാണ് നമ്മളെ കോളേജ്. ഇപ്പോൾ ഇവിടെ അറബി ലെവൽ കാരണം ഇവിടെ ആർട്ട് ഫെസ്റ്റ് ആണ്. ആർട്ട് ഫെസ്റ്റ് സ്പോർട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ജനറൽ വോളിബോളാണ് നടക്കുന്നത്. അപ്പോൾ 3-4 ദിവസം ഇങ്ങനെ നീണ്ടിരിക്കുന്ന ആർട്ട് ഫെസ്റ്റ് അവിടെ ഉണ്ടാവുക. അപ്പോൾ സ്പോർട്സ് ഏകദേശം കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വോളിബോളാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി വെക്കാം. അപ്പോൾ കേസ് നമ്മൾ ആർട്ട് ഫെസ്റ്റിൻ്റെ പേര് കലാമുന എന്നാണ്. അപ്പോൾ 3 ടീംസാണുള്ളത്. ഒന്ന് ക്യാംലിന്, ഒന്ന് പാർക്കർ, പിന്നെ ഒന്ന് അൻഗോറ. അപ്പോൾ 3 ടീമിൻ്റെ ജനറൽ വോളിബോളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ കോളേജിനുള്ളിലോട്ട് പോകാം. നമ്മൾ കോളേജിന് മുമ്പ് ഇവിടെ കുറേ ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ നമ്മൾ വോളിബോൾ, ക്രിക്കറ്റ്, പിന്നെ ഫുട്ബോൾ കളിക്കുക. അതാണ് നമ്മുടെ മെയിൻ സ്റ്റേജ്, കലാമുകളുടെ മെയിൻ സ്റ്റേജ്. ഇവിടെ ടോട്ടലി 4 സ്റ്റേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഓഫീസ്. അപ്പോൾ നമ്മൾ ഓഫീസിലോട്ട് വരാം. നമ്മൾ ആദ്യമേ കാണാൻ നമ്മുടെ അസിസ്റ്റ് ഉണ്ടാക്കിയ മിനി കോളേജാണ്. പിന്നെ ഇവിടെ ഉസ്താദ്മാരെ ചാമ്പ്യൻ, കുറേ കലാമുകളുടെ ഗിഫ്റ്റുകളൊക്കെയാണ് അവിടെ വെക്കുന്നത്. നമുക്ക് ആ ഗിഫ്റ്റ് നമ്മൾ പ്രിൻസിപ്പാൾ റൂമിലേക്ക് പോകും. ഇതാണ് നമ്മുടെ പ്രിൻസിപ്പാൾ റൂം. പ്രിൻസിപ്പാൾ കുറേ തിരക്കാണ്. നമുക്ക് സ്റ്റാഫ് റൂമിലോട്ട് പോകും. ഇതാണ് നമ്മുടെ സ്റ്റാഫ് റൂം. അപ്പോൾ സ്റ്റാഫ് റൂമിൽ ഉസ്താദ്മാരിപ്പോൾ വൈകുന്നേരം ചായയൊക്കെ തിന്നാണ്. ഇവിടെ വെച്ചിട്ടാണ് ഉസ്താദ്മാരെ മീറ്റിംഗ്, പേപ്പർ വെക്കൽ, അങ്ങനെ കുറേ സമയം ഇവിടെ വെച്ചിട്ടാണ്. നമ്മളെ ഉസ്താദ്മാരെ പണ്ടൊക്കെ ഇവിടെ നമ്മൾ സൂക്ഷിക്കുക. നമ്മളെ ക്ലാസ്സിലോട്ട് പോകും. ഇതാണ് ആർട്ട് ഫെസ്റ്റിൻ്റെ നോട്ടീസൊക്കെ ഇവിടെ ഒട്ടിക്കുക. അപ്പോൾ അതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മീഡിയയാണ്. മീഡിയയിൽ സ്വാദിഷ്ടാണ്, രജനിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവൻസിൽ ഷായിസ്, രജനിക്കാൻ നാസ്ക, അങ്ങനെ ഓരോക്കെയാണ്. പിന്നെ ഗിഫ്റ്റ് കമ്മിറ്റിയിൽ ഹൈസ്റ്റാർ നേതൃത്വം കൊടുക്കുക. പിന്നെ ഷിനാസുണ്ട്, പാലെടുക്കുക, പിന്നെ കൺട്രോളേഴ്സ്, പ്രിൻസിപ്പാൾസ്, പിന്നെ സാജിസ, ലബീസ്, യസിൻകി, ബസ, കൺട്രോളേഴ്സ്, പിന്നെ 3 ടീംസ് പാർക്കർ, ക്യാമ്പിൽ, അൻഗോറ. പാർക്കറിന് ഷാവിക്കാണ് മാനേജർ, ഏകദേശമായിട്ട് ഭവിഷ്യത്തിൽ സഹായിക്കും. പിന്നെ ക്യാമ്പിൻ്റെ മാനേജറാണ് സ്വാലിക്കാണ്, ലീഡേഴ്സാണ് അലിക്കും അവതരിച്ചിട്ട്. പിന്നെ അൻഗോറയുടെ മാനേജറാണ് സാബിക്ക, ലീഡേഴ്സ് മിരാജിക്കും മൂസായിരിക്കും. പിന്നെ നമ്മൾ ആർട്ട് ഫെസ്റ്റിൻ്റെ സ്റ്റേജൊക്കെ പൊട്ടിച്ചിട്ട് വേദികളൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ക്ലാസ്സിലോട്ട് പോകും. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഷാദിയുടെ നേരത്തിൽ ടി വി ഒക്കെ ഇടും. അപ്പോൾ ടി വി ഇട്ടെന്ന് നമ്മൾ പ്രശ്നം നമുക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ കേസ് നമ്മൾ പുതിയൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്, FKC മീഡിയ. അപ്പോൾ എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ കാര്യത്തിൽ നടക്കാം. ഇപ്പോൾ ടീമിന് 2 റൂമായിട്ടാണ്. ഇവിടെ അൻഗോറാണ്, അപ്പുറത്ത് അൻഗോറ, അതിൻ്റെ അപ്പുറത്ത് പാർക്കർ 2 സെറ്റ്. പിന്നെ ക്യാമ്പിൻ്റെ മുകളിലാണ്. നമുക്ക് ഇങ്ങനെ പോവാം. ഓരോ റൂമൊക്കൊന്നും കയറാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ കണ്ണാടി. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ മുടിയൊക്കെ വാരുക. പിന്നെ അതാണ് നമ്മളെ നോട്ടീസ് ബോർഡ്, മദതിൻ്റെ നോട്ടീസ് ബോർഡ്. നമ്മളിവിടെ ദാൽഹുദൻ്റെ ഓഫ് ക്യാമ്പസിൻ്റെ സംഘടനയാണ് മദത്. ഇവിടെ തിരുനബി കുറേ ഇതൊക്കെ ഉണ്ട്. ഇതാണ് മദതിൻ്റെ ഐസും ഉണ്ട്. പിന്നെ നമ്മുടെ കലമുകളിലെ ഫോട്ടോസും പിന്നെ ടീംസൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ആ സ്പോർട്സിൻ്റെ ഫുള്ള് കാര്യങ്ങളുണ്ട്.
ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ വീഡിയോസ് കാണിച്ചത് കലാമയുടെ എടുത്തറാച്ചൊക്കെ ഇവിടെയാണ് അതിനുള്ള വീഡിയോ ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണിച്ചത് ഒരു പാട്ട് വൈകാണ് നമുക്ക് റൂമിലോട്ട് പോകും. ഇതാണ് നമ്മുടെ റൂം. നല്ല സൗകര്യമാണ്. 4 ഫാന് 2 ലൈറ്റൊക്കെയാണ് നമ്മുടെ റൂമിൽ. ഇവിടെ 14 കുട്ടികളാണ് ഇവിടെ കിടക്കുക. രാത്രി നമ്മൾ വൈബാണ്. നമ്മൾ ഇവിടെ തൊട്ടപ്പുറത്തെ പ്രിൻസിപ്പാളെ റൂമാണ്. മുമ്പിൽ നമ്മളെ ഫൈസ്ഥാണാ പോണേ. ഇസ്തമാരെ ബാത്റൂം അതിൽ നമ്മളാണ് പോകുന്നത്. അപ്പൊ സിദ്ധിരുന്ന ആദ്യത്തെ മെഡിക്കൽ റൂം. പിന്നെ വീടുകാരൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ റൂമാക്കി കൊടുത്തു. നമ്മൾ ആർട്ട് ഫസ്റ്റ് വീടൊക്കെ എടുത്തിയാൽ വേണ്ടി വീഡിയോ ചെയ്യണ റൂമാണ്. ഇതാണ് നമ്മുടെ വീഡിയോ അടക്കാതാണ്. നമ്മൾക്ക് അങ്ങോട്ട് പോകും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം. ടോട്ടല് കുറേ ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് കുളിക്കുക, ടൂറൊക്കെ ചെയ്യുക. അവിടെ മുകളിൽ ഇതേമാതിരി തന്നെയാണ് ബാത്റൂമും ക്ലോസറ്റൊക്കെ ഉണ്ട്. അപ്പം റൂമുകളും ഇതൊക്കെ ഉണ്ട്. നമ്മൾ മുകളിലോട്ട് പോകും. നിങ്ങൾ കരുതുന്നുണ്ട് അവിടെ ഫുള്ള് കട ഇതൊക്കെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ എല്ലാവരും കാടിൻ്റെ ഇടയിലാണ്. അപ്പോൾ നമ്മളിവിടെ രാവിലെ നീക്കാണ്. കോടം മഞ്ഞ് നല്ല തണുപ്പ് വൈബാണ്. പിന്നെ വൈകുന്നേരമൊക്കെ സൂര്യസ്മൃതി നമുക്ക് വൈബാണ്. ചിലപ്പോൾ ഇഷ്ടംമാരൊക്കെ നമ്മളെ മലമൊക്കും തോട്ടിക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ പോയി കുളിക്കൊക്കെ പോകും. നമ്മൾ ബാത്റൂമിലോട്ട് പോകും. ഇതാണെന്ന് വെച്ചാൽ നമ്മുടെ മുകളിലത്തെ ബാത്റൂം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നല്ലൊരു വ്യൂ കാണാം. രാവിലെയൊക്കെ നോക്കുമ്പോൾ സൂര്യ ഇരിക്കുന്നതും വൈകുന്നേരം സൂര്യാസ്തമിക്കുന്ന വൈബ് വ്യൂ ആണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫുള്ള് റൂമാണ്. ഇഷ്ടംമാർ റൂം നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. അങ്ങോട്ട് ക്ലാസ് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം.